ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാവലറിലൂടെ പുതിയൊരു വീഡിയോ ആണ് ഇട്ടത്. ഇതൊരു പ്രോപ്പർട്ടി സെയിലിങ്ങിൻ്റെ വീഡിയോ ആണിത്. ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ മാംഗ്ലൂർ ഹൈവേ ആണ് ഇത് കേട്ടോ. മാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോണ ഹൈവേ ആണ് ഇത് ഈ സൈഡിൽ കാണുന്നത്. അപ്പുറത്തെ സൈഡിൽ കൂടെ ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂർക്ക് പോണ റോഡാണ് കേട്ടോ. ഇതൊരു സർവീസ് റോഡാണ്, കണ്ടില്ല? സർവീസ് റോഡ്. ഈ ഹൈവേന്ന് സർവീസ് റോഡിൽ കൂടെ വന്നാൽ ഈ ലാൻഡാണ് കേട്ടോ. ഈ തെങ്ങ് നിൽക്കണില്ലേ, തെങ്ങൊക്കെ നിൽക്കണം, അതാണ് ഈ ലാൻഡ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ 2 ഏക്കറിന് 2 കുണ്ട കുറവാണ്. 1 ഏക്കർ 38 കുണ്ടാണ് ഈ ലാൻഡിൻ്റെ സൈസ് കേട്ടോ. അതിൽ തെങ്ങുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ TC ഉണ്ട്, വേണ്ടില്ല, അത് TC ആണ് കാണുന്നത്. പിന്നെ ഫുള്ള് ചുറ്റും ഫെൻസിങ് ഉണ്ട്, കല്ലൊക്കെ ഇട്ടിട്ട് കമ്പിയൊക്കെ ഇട്ടിട്ടുള്ള ഫെൻസിങ് ആണ് ചുറ്റും. പിന്നെ ബോർവെല്ലുണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഒരു നല്ലൊരു ഷെഡുണ്ട്, ഷീറ്റിട്ട ഷെഡാണ്. എന്നാലും ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ സൈസ് നല്ലൊരു ഷെഡാണ്. ഇതാണ് ഹൈവേ കേട്ടോ, ബാംഗ്ലൂർ ഹൈവേ കേട്ടോ. ഇതാണ് ആ പ്രോപ്പർട്ടി, ആ തെങ്ങ് നിൽക്കണത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഹൈവേയുടെ തൊട്ടടുത്ത്, ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിത്. അതിലേക്ക് പോകാനായിട്ട് ഈ ഹൈവേയുടെ സൈഡിൽ കൂടെ ഒരു സർവീസ് റോഡ് ഉണ്ടാവും. 1 റോഡ് കണ്ടില്ല, അതാണ്. ഈ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു വില്ലേജാണ് കേട്ടോ. അവിടെ നിറയെ വീടുകൾ ഇതൊക്കെ ഉണ്ട്. ഈ കാണുന്നിടത്ത്, ആ ഓപ്പോസിറ്റ് കാണുന്നിടത്ത് നിറയെ വീടുകളും കടകളും ഇതൊക്കെ ഉണ്ട്. അതൊരു വില്ലേജാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഹൈവേയുടെ അതേ കണ്ട്, ഈ 1 റോഡ് കണ്ട്, അതാണ് സർവീസ് റോഡ് കേട്ടോ. ഈ ഇവിടേക്ക് വരാം, കുറച്ച് മുമ്പ് പോയിട്ട് ആ സർവീസ് റോഡ് കൂടെ നേരെ ഈ ലാൻഡിലേക്ക് വരാം. അതിലേക്കുള്ള ഗേറ്റും ഇതൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് റോഡിൻ്റെയൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ ഇതൊക്കെ പൈപ്പൊക്കെ ഇടാനുള്ള പണിയാണ്. ഇതാണ് അതിലേക്കുള്ള ഗേറ്റ്. ഇതൊക്കെ കറണ്ട് ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. ഇതാണ് ഹൈവേ, ആ ബ്രിഡ്ജ്. അവിടെ കുറേ വർക്കുകളൊക്കെ ഈ റോഡിൻ്റെ പണിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സർവീസ് റോഡ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് ടാറൊക്കെ ഇടും. ഇതാണ് കേട്ടോ ഗേറ്റ് തുറന്ന്. ഇത് ഇയാൾ ഈ സ്ഥലത്ത് നോക്കണ വാച്ച്മാനാണ്, ഇയാളാണ് ഇവിടെ ഇരിക്കണത് കേട്ടോ. ഇത് TC ഉണ്ടോ, TC ഉണ്ട്. പിന്നെ ബോർവെല്ല്, അവിടെ ബോർവെല്ലുണ്ട്, ഞാൻ കാണിച്ചു തരാം, ഉള്ളിരിക്കുക. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഇത് മേടിച്ചാൽ നല്ലൊരു അസറ്റാണ് കേട്ടോ. ഫ്യൂച്ചറിൽ നല്ലത്. ഇത് ഫ്ലാവാണ്, അങ്ങനെ കുറേ ഫ്ലാവും മാവൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതേ ഗേറ്റ്, നല്ല ഗേറ്റും ഫെൻസിങ്ങൊക്കെ ഉള്ള നല്ലൊരു ലാൻഡാണ് കേട്ടോ. അപ്പോൾ 1 ഏക്കറും 38 കുണ്ടാണ് ഇതിൻ്റെ സൈസ്. അതുപോലെ 2 ഏക്കറിന് 2 കുണ്ട കുറവാണ് കേട്ടോ. അപ്പോൾ കാശുള്ളവർക്ക് ഇത് മേടിച്ചിട്ടാൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഫ്യൂച്ചറിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ഇതന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. നിങ്ങൾക്ക് കുറേ തെങ്ങുണ്ട്, മാവുണ്ട്, പ്ലാവ്, അങ്ങനെയുള്ള കുറേ മരങ്ങളുണ്ട്. നിങ്ങൾക്ക് കുഞ്ഞ് പുതിയതായിട്ട് മരങ്ങളൊക്കെ ഉണ്ട്, ബോറ് അതൊക്കെ ഉണ്ടല്ലേ, നല്ല ഇതുണ്ട്. ഇതൊക്കെ മാവാണ്, അതൊക്കെ കായ്ക്കാറായി. മാവിൽ കായൊക്കെ ഉണ്ടായി, പ്രാവശ്യം കുറച്ചേ ഉണ്ടായുള്ളൂ മാത്രം കേട്ടാ. ഇതാണ് ഈ പ്രോപ്പർട്ടി കേട്ടാ. ചുറ്റും ഫെൻസിങ് ഇട്ടിട്ടുണ്ട്, കല്ലിട്ടിട്ട് ഇങ്ങനെ കമ്പി ഇട്ടിട്ടുണ്ട്. 1 ഏക്കർ 38 കുണ്ടയ്ക്കും ഫുള്ള് ഫെൻസിങ്ങൊക്കെ ഇട്ട് ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സേഫ്റ്റി ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഹൈവേയുടെ തൊട്ട് കിടക്കുന്ന സ്ഥലമാണിത്. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് 60 കിലോമീറ്ററാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു സിറ്റിയാണ് സോളൂർ എന്ന് പറഞ്ഞിട്ട്. സോളൂർ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മാംഗ്ലൂർ ഹൈവേക്ക് അറ്റാച്ചായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ നിയർ ബൈ ഉള്ള ഒരു സിറ്റിയാണ് സോളൂർ. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് 60 കിലോമീറ്റർ, സോളൂരിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. പിന്നെ നെൽമംഗലം സിറ്റിക്ക് 30 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അവിടുന്ന്. അപ്പോൾ എല്ലാം നിയർ ബൈ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. പിന്നെ ബോർവെല്ലുണ്ട്, TC ഉണ്ട് കേട്ടോ, TC കറണ്ടിൻ്റെ. പിന്നെ ഒരു ഷീറ്റ് വീടുണ്ട്, നന്നായിട്ടുണ്ട്. ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ നല്ല വീടാണ് കേട്ടോ. പിന്നെ ഫുള്ള് ബൗണ്ടറി ഫെൻസിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, കല്ലൊക്കെ ഇട്ടിട്ട് ഫുള്ള് ഫെൻസിങ്ങൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ ബൗണ്ടറി കേട്ടോ. കണ്ടില്ലേ, കല്ലൊക്കെ ഇട്ട് ഫെൻസിങ് ഇട്ടാണ്. പിന്നെ ഓണർ സിംഗിൾ ഓണറാണ്, ജനറൽ പ്രോപ്പർട്ടിയാണ് കേട്ടോ അത്. അത് കാരണം നിങ്ങൾ പേടിക്കാണ്ട് ധൈര്യമായിട്ട് പേടിക്കാതെ. ഇതാണ് വീട് കേട്ടോ, ഷീറ്റ് വീട് എന്ന് പറഞ്ഞില്ലേ. നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ്. ഇതാണ് ഈ കല്ലുകളൊക്കെ ഇട്ടില്ല, ഇതാണ് ഫെൻസിങ് കേട്ടോ. ചുറ്റും ഈ ബൗണ്ടറിയുടെ ഫുള്ള് ഫെൻസിങ് ഇട്ടിട്ട് ഇതേപോലെ കല്ലൊക്കെ ഇട്ട് ഫെൻസിങ് ഇട്ടിട്ടുള്ള ബൗണ്ടറിയാണിത്. അങ്ങനെ ഫുൾ സേഫ്റ്റിയാണ് ഈ സ്ഥലം. അപ്പോൾ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചിട്ട് നല്ലൊരു അസറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഓണറുടെ നമ്പർ ഞാൻ ഈ സ്ക്രീനിലിടാം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തക്കാർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഈ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.
അത് ഓണറുടെ നമ്പറാണ്, അല്ലാണ്ട് ബ്രോക്കറൊന്നുമില്ല, ഡയറക്റ്റ് ഓണറുടെ നമ്പറാണ്. നിങ്ങൾ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഈ സ്ഥലം ഒന്ന് മേടിച്ചോ. നല്ലൊരു പ്രോപ്പർട്ടിയാണ്, ഹൈവേ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട് നോക്കുക. അത്രയേ ഉള്ളൂ ഈ സ്ഥലത്തിൻ്റെ വീഡിയോ. അതുകൊണ്ട് കൂടുതലൊന്നുമില്ല. ഇതൊരു പ്രോപ്പർട്ടിയുടെ സെയിലിങ്ങിൻ്റെ വീഡിയോ കാരണം ഞാൻ ഇട്ടേക്കണം കേട്ടോ. ഇതാണ് ഈ ലാൻഡ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഈ ലാൻഡ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടത് നിങ്ങൾക്ക്. അപ്പോൾ ഇത് കണ്ടതാണ് ഇതുപോലെ കല്ലൊക്കെ ഇട്ട് ഫുൾ ഫെൻസിങ് ആണ് സാറ്, ഫുൾ റൗണ്ടിങ്ങിൽ ഫുള്ളൊരു സെൻറ്റർ സൂപ്പർ ഒരു ഗേറ്റും ഉണ്ട്, കറണ്ടും ബോറുമെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ മറക്കാണ്ട് മേടിക്കണം എന്നുള്ളവർക്ക് ഇന്നൊക്കെ അല്ലെങ്കിൽ നാളെ ഫ്യൂച്ചർക്കും നല്ലൊരു അസറ്റാണ്. ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഇതേ കണ്ട ഷീറ്റ് വീടെന്ന് പറയുന്ന ആർക്കെങ്കിലൊക്കെ താമസിക്കാൻ നിങ്ങൾ ഈ സ്ഥലം മേടിച്ചൊരു വാച്ച്മാനൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ട് ഒരു വാച്ച്മാനുണ്ട്, അയാളെ വേണമെങ്കിൽ കണ്ടിന്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യമായ കാരണം ഇപ്പോൾ ഇത് സെയിൽ ചെയ്യാനാണ് അവർ. അത് കാരണം നിങ്ങൾ വേണമെങ്കിൽ വേഗം നോക്കിക്കോ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഈ നമ്പറൊന്നൊക്കെ ഷെയർ ചെയ്യുക, വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതോടൊപ്പം എൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എൻ്റെ ചാനലിൻ്റെ പേരാണ് ട്രാവലറല്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇത് കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ലാൻഡൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കൊടുക്കണ സ്ക്രീനിലിടുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാൽ നന്നായിരിക്കും. ഇതേതാണ് ഹൈവേ കണ്ട, വണ്ടിയൊക്കെ പോകണ്ട. ആ ഹൈവേയുടെ തൊട്ട് ടച്ചിട്ടാണ് ഈ സ്ഥലം കിടക്കണം കേട്ടോ. വണ്ടിയൊക്കെ പോകണ്ട, അതാണ് ഹൈവേ. ഇതേ കറണ്ട് എല്ലാം ഉണ്ട്. ബോർവെല്ലൊക്കെ ഞാൻ നേരത്തെ കാണിച്ചില്ല. അതുമാതിരി കുറേ മരങ്ങളുണ്ട്, മാവ് പ്ലാവ് അതൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നോക്കിക്കോ, സമയം കളയണ്ട. ഓരോ ദിവസം പോകുന്നവരും പാർട്ടിക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡയറക്റ്റ് ഓണറാണ്, ബ്രോക്കറൊന്നുമില്ല ഇതിൽ. നേരിട്ട് ഓണറായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽ അറിയാൻ പറ്റും. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. അതുങ്ങൾക്ക് തമിഴ്, ഹിന്ദി, ഉറുദു ഒക്കെ അറിയാം, കന്നഡ എല്ലാം അറിയാം. അപ്പോൾ നിങ്ങൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും അവർക്ക് അങ്ങോട്ടായിട്ട് സംസാരിക്കാം. അപ്പോൾ മറക്കാണ്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ നോക്കി കാണാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ജെന്യൂനായിട്ടൊരു പ്രോപ്പർട്ടിയാണ്. ഡയറക്റ്റ് ഓണറായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, സംസാരിക്കാം. റേറ്റൊക്കെ നിങ്ങൾ ഓണറായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം പറയും ഡീറ്റെയിലുകളൊക്കെ അതിൻ്റെ. അപ്പോൾ ഇതൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഫ്യൂച്ചറിലേക്ക് നല്ലൊരു സൂപ്പർ സാധനമാണ്. ഇതേണ്ട പൈപ്പ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്, വെള്ളത്തിനുള്ള ഇറിഗേഷൻ ലൈനൊക്കെയാണ് ഇത് കൊടുത്തേക്കണത്, ചെടികൾക്കൊക്കെ വെള്ളം ഇതൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് മേടിച്ച് നിങ്ങൾക്കൊന്ന് നന്നായിട്ടിത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നിറയെ തെങ്ങും ഇതൊക്കെ ഉണ്ട്, പ്ലാവിലൊക്കെ ചക്കയൊക്കെ ഉണ്ടാവുന്നുണ്ട്, മാവിൽ മാങ്ങയൊക്കെ ഉണ്ടായി. ഈ പ്രാവശ്യം കുറച്ചുണ്ടായുള്ളൂ മാത്രം. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ മാസം നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. കണ്ടില്ലേ, നിറച്ച് തെങ്ങൊക്കെ ഉണ്ട്, എല്ലാത്തിലും തേങ്ങയുണ്ട്. 1-2 തെങ്ങിലൊക്കെ തേങ്ങയില്ലാത്തുള്ളൂ, അതൊക്കെ ചെറിയ തെങ്ങുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻകം വരുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണിത് കേട്ടോ. അപ്പം മറക്കാണ്ട് ആവശ്യമുള്ളവർ വേഗം ആ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.